ഈ വൃക്ഷം സംരക്ഷിക്കപ്പെടുന്നതാണ്. നമസ്കാരം. എറണാകുളം ജില്ലയിലെ മാലിന്യ പ്രശ്നം ഉടൻ പരിഹരിക്കുന്നതിനും മുനമ്പം വിഷയത്തിൽ സർക്കാർ പരിഹാരം കാണണമെന്നും ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ആവശ്യപ്പെട്ടു. നഗരജീവിതം കൂടുതൽ ദുസ്സഹമാണെന്നും നഗരത്തിലെ എല്ലാത്തരം മാലിന്യങ്ങളും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി കൂടുതൽ സൗകര്യമൊരുക്കി പരിസ്ഥിതി സംരക്ഷിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന മാനവസഞ്ചാരം പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തുകയും ആരോഗ്യം വീണ്ടെടുക്കുകയും മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പ്രവണത ഒഴിവാക്കി ആവശ്യത്തിന് മാത്രം വാഹനങ്ങൾ ഉപയോഗിക്കുകയും പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കുകയും ചെയ്യണമെന്നും ജീവിതം മിനിമലിസം ആക്കുകയും സാമ്പത്തിക ബാധ്യത വരുത്താതെ ജീവിതത്തെ ലളിതമാക്കിയെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. കഴിഞ്ഞ ദിവസം എറണാകുളം മറൈൻ ഡ്രൈവിൽ നിന്നും ആരംഭിച്ച് പടുകൂറ്റൻ റാലിയിൽ 10,000 പങ്കെടുത്തു. മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തുള്ളവരും വിവിധ സംഘടനാ നേതാക്കളും സാധാരണക്കാരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. തുടർന്ന് എറണാകുളം ടൗൺ ഹാളിൽ നടന്ന സമാപന സമ്മേളനത്തിൽ പ്രശസ്ത നിരൂപകനും എഴുത്തുകാരനുമായ ശ്രീ സാനുമാഷ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അബ്ദുൽ ഹക്കീം അൽ അസ്ഹരി മുഖ്യപ്രഭാഷണം നടത്തി. ആലുവ അദ്വൈതാശ്രമം മഠാധിപതി ധർമ്മചൈതന്യ സ്വാമി, SY സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ തങ്ങൾ, റിട്ടയർഡ് ജസ്റ്റിസ് ശ്രീ ഷംസുദ്ദീൻ, MLA-മാരായ TJ വിനോദ്, അൻവർ സാദത്ത്, KJ മാക്സി, MES പ്രതിനിധി സക്കീർ ഹുസൈൻ, AIG പ്രതിനിധി TPM ഇബ്രാഹിം ഖാൻ, കൽത്തറ അബ്ദുൽ ഖാദർ മദനി, അലി ദാരിമി, സയ്യിദ് CT ഹാഷിം തങ്ങൾ, KSM ഷാജഹാൻ സക്കാഫി, ഡോക്ടർ അബ്ദുൽ സലാം, ഡോക്ടർ AB അലിയാർ, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, അബ്ദുൽ ഗഫൂർ, നജീബ് ഖാൻ തുടങ്ങിയവരും വിവിധ നേതാക്കളും സംബന്ധിച്ചു. എറണാകുളത്ത് ഇന്ന് വിവിധ മതനേതാക്കളും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും ജനപ്രതിനിധികളും മറ്റ് സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകളെല്ലാം ചേർന്നുകൊണ്ടാണ് ഇതിനെ സ്വീകരിച്ചിട്ടുള്ളത്. കൊച്ചി നഗരത്തിൻ്റെ അല്ലെങ്കിൽ എറണാകുളത്തിൻ്റെ പ്രശ്നങ്ങൾ അത് മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കോണിൽ നിന്ന് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് വിവിധ യുവ സംഘടനാ പ്രതിനിധികൾ ഇന്ന് രാവിലെ ക്യാമ്പിൽ ടോക്കിൽ സംസാരിച്ചപ്പോൾ, അതുപോലെ പത്രപ്രതിനിധികളുമായി മാധ്യമ പ്രതിനിധികളുമായി നടന്ന വിരുന്നും എല്ലാം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഇന്ന് എറണാകുളത്ത് ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്നൊരു ചർച്ച മുനമ്പം ആണ്. മുനമ്പത്തെ പാവപ്പെട്ട ജനങ്ങൾ യാതൊരു കാരണവശാലും ക്രൂശിക്കപ്പെടരുത്, അവിടുത്തെ ഭൂമിയുടെ അവകാശത്തിൻ്റെ വിഷയത്തിൽ യഥാർത്ഥ അവകാശികൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവും അനുഭവപ്പെടരുത് എന്നുള്ള ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നിലപാട്. അതാണ് ഇവിടുത്തെ ഈ പ്രസ്ഥാനം ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. ബഹുമാന്യമായ കേരള ഗവൺമെൻറ് ആ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കി മുന്നോട്ട് പോകുമ്പോൾ അതുമായി എല്ലാവരും സഹകരിച്ച് ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. എന്നാൽ മുനമ്പം വിഷയം ഒരിക്കലും ഒരു മതപരമായ വിഷയമേ അല്ല, ഏതെങ്കിലും മതങ്ങൾ തമ്മിലുള്ള തർക്കമേ അല്ല. അതിൽ ആ വിഷയീഭവിക്കുന്ന ആളുകൾ പല മതത്തിൻ്റെയും ആളുകളാവാം. മാനുഷിക പരിഗണനയാണ് അവിടെ നൽകേണ്ടത്, മാനവിക കാഴ്ചപ്പാടാണ് വേണ്ടത്. ഒരിക്കലും ഏതെങ്കിലും മതത്തിൻ്റെ പേരിലുള്ള വിഷയമായി വളർത്തി നാട്ടിൽ ചിത്രതയുണ്ടാക്കാൻ അതൊരു കാരണമാകരുത് എന്ന് ഈ മാനവ സഞ്ചാരയാത്ര സമൂഹത്തോട് ഉണർത്തുന്നുണ്ട്. അതേപ്രകാരം കൊച്ചിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായി ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകരും കൗൺസിൽ അംഗങ്ങളും എല്ലാം ഉണർത്തിയിട്ടുള്ളത് മാലിന്യ പ്രശ്നമാണ്. അതിനു മുമ്പ് ഞാൻ അകലിൽ നിന്നേ കണ്ടിട്ടുള്ളൂ. 2008 നമ്മുടെ മഹാപ്രളയം SYSനെ പുതിയതായിട്ട് മാനവികത പഠിപ്പിക്കേണ്ടതുണ്ടോ എന്നൊരു സംശയം ആവശ്യമില്ല. മാനവികതയുടെ മൂർത്തിഭാവമാണ് SYS എന്ന് അനുഭവത്തിലൂടെ ഒപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് കണ്ടൊരു മനുഷ്യന്
എറണാകുളത്തിന്റെ വേദനയിൽ രാവും പകലും ഉറക്കമില്ലാതെ 18ലെയും 19ലെയും മഹാപ്രളയം, 20ലെ കോവിഡ്, ഊണും ഉറക്കമില്ലാതെ ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും മനുഷ്യരുടെ ഇടയിലേക്കും സ്നേഹത്തിന്റെ സന്ദേശവാഹകരായി ഓടി നടന്ന ഒരു സംഘം ചെറുപ്പക്കാരോടൊപ്പം പ്രവർത്തിച്ച ആ ഒരു അനുഭവം ജീവിതത്തിൽ മറക്കാൻ സാധിക്കില്ല. പാടിക്കാനും ജയിക്കാനോ അല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന നിർദ്ദേശത്തോടു കൂടി ഒടുവിൽ ഗുരു എല്ലാ മതങ്ങളുടെയും മൗലികതത്വങ്ങൾ ഒന്ന് തന്നെയാണെന്ന് അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നായിരുന്നു ഗുരുവിൻ്റെ മറ്റൊരു സന്ദേശം. മനുഷ്യന്റെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന, വേദനപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ മതമേലധ്യക്ഷന്മാർ, സാമുദായിക നേതാക്കന്മാർ, നവോത്ഥാന നായകർ എത്രത്തോളമാണ് ഇടപെട്ടിരുന്നതെന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാൻ സാധിക്കും. അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും അനുസൃതമായി ഓരോ കാലഘട്ടത്തിലും നടക്കുന്ന സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള, സമൂഹത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത, സ്വീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അഭിപ്രായം പറയാനും സമൂഹത്തെ നേർവഴിക്ക് നയിക്കാനും നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സംരക്ഷിക്കാൻ, നമ്മുടെ മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഒക്കെയുള്ള ഇടപെടൽ അനിവാര്യമാണ്. ആ മതത്തിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കും. കാരണം ഒരു മതത്തെ പൂർണ്ണമായി വിശ്വസിച്ചാൽ അവന് വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ പകയുടെയോ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. എല്ലാ മതത്തിന്റെയും സാരാംശം നന്മ, നല്ലത്, മനുഷ്യനെ സ്നേഹിക്കുവാനാണ്. പ്രിയപ്പെട്ടവരെ, ഹക്കീം ഉസ്താദ് പറഞ്ഞു തന്നെ ഞാൻ പിന്തുടരുകയാണ്. നമ്മുടെ മുനമ്പം വിഷയത്തിൽ അവിടുത്തെ സാധാരണക്കാർക്ക് അവരുടെ അർഹതപ്പെട്ട ഭൂമി ഒരിക്കലും അവർക്കൊരു ആശങ്കയില്ലാതെ, അവർക്ക് യാതൊരു പ്രയാസമില്ലാതെ അവർക്ക് ആ ഭൂമി കൊടുക്കണമെന്ന നിലപാടാണ് ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾക്കായാലും എല്ലാവർക്കുമുള്ള കേരള സമൂഹത്തിലെ എല്ലാ നല്ല മനസ്സിനുടമയുള്ള എല്ലാവരുടെയും ആഗ്രഹം. SYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇത്തരമൊരു ജാഥയുമായി കടന്നു വന്നത് എന്നുള്ളത് മനുഷ്യ മനസ്സിൽ കുരുടണിയിക്കുന്ന ഒന്നായി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഈ രാജ്യത്ത് ജനിച്ചു വീണ ഓരോ പൗരനും മരണം വരെ അവൻ വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിച്ച് ജീവിക്കാനുള്ള അവകാശമുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. ഇത്തരം സുന്ദരമായ ഈ നാട്ടിൽ നാം അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിലുള്ള വർഗീയ വിധ്വംസക പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത്തരം പ്രവർത്തനങ്ങളെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യസ്നേഹിയുടെയും കടമയായി, കർത്തവ്യമായി കണക്കാക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു കർത്തവ്യമാണ് ഇന്ന് SYS ഏറ്റെടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം വളരെ സാന്ദർഭികമായി സന്തോഷത്തോടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഈ നടപ്പിൻ്റെ രാഷ്ട്രീയം എന്നാലോചിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഗാന്ധിയാണ് ഇന്ത്യക്കാരെ നടക്കാൻ പഠിപ്പിച്ചത്. ഗാന്ധി നടന്നത് മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി, ഉപ്പിനു വേണ്ടി. ദണ്ഡിക്കടപ്പുറത്തേക്ക് നടത്തിയ 78 കിലോമീറ്റർ ദൂരമുള്ള ട്രെയിൻ 87 പേര് തുടങ്ങിയ ആ യാത്ര അവസാനിക്കുമ്പോൾ പതിനായിരങ്ങൾ ആ യാത്രയിലുണ്ടായി. ഇവിടെ സുന്നിയുടെ ശക്തി മുഴുവൻ അറിയിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ജാഥ നടത്താമായിരുന്നു. പക്ഷേ 45 നേതാക്കളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നമ്മളിങ്ങനെ ഈ നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും ഒക്കെ നടക്കുകയാണ്. ഈ നടപ്പിൻ്റെ ജാഥ, നടപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മാനവികതയുടെ രാഷ്ട്രീയമാണ്. മനുഷ്യത്തിന്റെയും കരുണയുടെയും സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം നൽകുക മാത്രമല്ല, നമ്മുടെ ഉത്തരവാദിത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഷാജി ഇവിടെ പറഞ്ഞു. മഹാനായ മഹാത്മാഗാന്ധിയുടെ സ്വതന്ത്ര സമര കാലഘട്ടത്തെ ജീവിച്ചപ്പോൾ അനുസ്മരിക്കുമ്പോൾ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിത യാത്രയിലൂടെ മനുഷ്യത്വവും കരുണയും നന്മയും എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോക സമൂഹത്തോട് സന്ദേശം നൽകിയപ്പോൾ അത് ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ കടമയാണ്, കർത്തവ്യമാണ്. ആ കർത്തവ്യം മനുഷ്യൻ എല്ലാവർക്കും നടക്കാൻ കഴിയില്ലാത്തതാണ്. മനുഷ്യനും തമ്മിൽ അകലങ്ങൾ സൃഷ്ടിച്ചിരുന്ന ഒരു കാലമായിരുന്നു.
കാരണം നമുക്കറിയാം കേരളം ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു. അദ്ദേഹം ഇത്തരമൊരു മാനവ ഐക്യത്തിൻ്റെ സന്ദേശവുമായി നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ നമ്മൾക്കും ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. നേരത്തെ ഇവിടെ പ്രസംഗിച്ചവരൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന വെറുപ്പിൻ്റെ ഭാഷ അത് അവസാനിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനം നടത്തേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മഹനീയ യാത്രയുടെ സ്വീകരണമാണ് ഇന്ന് എറണാകുളം കൊച്ചിയിൽ നടക്കുന്നത്. നമുക്കറിയാം, മാനവ സംഗമവും മാനവ യാത്രയും എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. പലപ്പോഴും പല നിസാര കാര്യങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വർഗീയതയിലേക്ക് എത്തുന്ന കാലഘട്ടത്തിൽ ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഈ യാത്ര ഏറ്റവും കാലോചിതമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ മുപ്പത്തരം.